ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ നല്ല ലെങ്ത് ഉള്ള വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ പാർട്ട് 1 പാർട്ട് 2 അങ്ങനെയാട്ടോ ഇടുന്നത്. എനിക്കിത് കാണുമ്പോൾ നല്ല ലെങ്ത്ത് തോന്നുന്നു ഈ വീഡിയോ കാണുമ്പോൾ. ഇപ്പോൾ കണ്ട് ബോറടിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് അങ്ങനെ ഇടണേ കേട്ടോ. പിന്നെ ഇത് വീട്ടിൽ പോകണ ഒരു വീഡിയോ ആണ്, വീട്ടിൽ പോകണ തയ്യാറെടുപ്പിൻ്റെ ഒരു വീഡിയോ. ഇനി വീട്ടിൽ പോയിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിലാട്ടോ വരാം. പിന്നെ ഈ ഉണ്ണികൾ കണ്ടോ, റനമോളെ ഫ്രണ്ട്സ് ആട്ടോ, നമ്മൾ വീണ്ടും തൊട്ടപ്പുറത്തുള്ള ഉണ്ണികളാണ്. ഇവർ ഇടയ്ക്ക് ഇങ്ങനെ ക്ലാസ് ഒന്നും ഇല്ലാത്തൊരു സമയത്ത് ഇവർ കളിക്കാനൊക്കെ വരും കേട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ണികൾക്ക് പോയി കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണന്നു. പിന്നെ ഇതിൽ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഉണ്ണികൾ ക്ലാസ് ഇല്ല, അപ്പോൾ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചുമ്മാ ഇരുന്നപ്പോൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു വരാൻ പറഞ്ഞു. അപ്പോൾ അന്ന് അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചു. പോകുമ്പോൾ ഉണ്ണികൾക്ക് അവരെ കളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർക്ക് വിശക്കുമല്ലോ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ ഇത് കണ്ടോ, ഇതിൽ നമ്മൾ ചെറിയൊരു മണി പ്ലാന്റ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വീക്കിലി എടുത്തിട്ട് അതൊന്ന് ക്ലീൻ ആക്കും, അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ആക്കി വെക്കും. അത് അതിൻ്റെ ഇടയിൽ അത് ചെയ്തതാട്ടോ. പിന്നെ ഇക്കുക അതിൻ്റെ ഇടയിൽ നമ്മളോട് ഒരുങ്ങാൻ പറഞ്ഞിട്ട് പെട്രോൾ അടിക്കാൻ പോയി. പിന്നെ ഇക്കാടെ ഫ്രണ്ടിനെ കാണാനുണ്ട്, അങ്ങോട്ടും പോയി വരുമ്പോഴത്തേനും ഒരുങ്ങാം. ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേനും ഞങ്ങൾ ഒരുങ്ങുമെന്ന് പറഞ്ഞു. നോക്കാം ഒരുങ്ങൊന്നുമില്ല, ഞാൻ വന്നാലും നിങ്ങൾ ഒരുക്കം കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം എനിക്ക് ടൈം എടുക്കും, വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ വരുമ്പോൾ ടൈം എടുക്കും, തട്ടിയും മുട്ടിയൊക്കെ നിന്ന് ഒക്കെ ആകുമ്പോൾ. അപ്പോൾ ഇക്ക വന്നിട്ട് ഞങ്ങൾ ഒരുക്കം കണ്ടില്ല. ഇക്ക വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരുങ്ങണുള്ളൂ. അപ്പോൾ ഇക്ക ഞങ്ങളെ കണ്ട ചിരിക്കണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഒരുക്കൊന്നും കഴിയൂല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി ചിരിക്കണ്. എനിക്ക് നിങ്ങൾ അറിയണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കളിയാക്കിയിരുന്നതാണ്. അതിൻ്റെ ഇടയിൽ റനമോൾക്ക് ഡയറി എഴുതാണ്ടായിരുന്നു കേട്ടോ സ്കൂളിലേക്ക്. കാരണം ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് നൈറ്റ് അല്ലേ വരാം, അപ്പോൾ നല്ല ലേറ്റ് ആകുമ്പോൾ തന്നെ ഡയറി എഴുതാണ്ടാകുമ്പോൾ പിന്നെ പെൻഡിങ്ങിൽ കിടക്കും, പിന്നെ പിറ്റേന്ന് ദിവസത്തെ എഴുതണം. അപ്പോൾ അത് കാരണം അതുവരെയുള്ള കാര്യങ്ങൾ എഴുതി വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ട് എഴുതാമെന്ന് പറഞ്ഞു. മോൾ പറയാം വേണ്ട എഴുതി വെക്കാം, അല്ലെങ്കിൽ കുറേ ആകുമ്പോൾ ബുദ്ധിമുട്ടും എഴുതാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ റേമോളെ വക പോസിങ് ആട്ടോ അവിടെ. പിന്നെ ഇവർ രണ്ടാളെയും ഫ്രഷാണ് മുമ്പ് ഞാനും ഫ്രഷായി ഞാൻ ഒരുങ്ങും. അതിന് ശേഷമാണ് ഇവരെ റെഡിയാക്കുക. കാരണം എനിക്ക് ഇവരെ നല്ല ഫ്രഷിൽ ഫസ്റ്റ് കൊണ്ടുപോകണം. ഇവരൊരുങ്ങി കണ്ട് ഞാൻ ഒരുങ്ങുമ്പോഴത്തേനും അവരാകെ ടയേർഡായി, എന്താ പറയുക, വിയർത്ത് നാശമായി ഒരു ഇതാവും. അപ്പോൾ എനിക്ക് അങ്ങനെ കാണുമ്പോൾ അവർക്കും വൃത്തിയല്ല, എനിക്കും ഇതാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെഡി ആയതിന് ശേഷം ഇവരെ ഒരുക്കാറ്. പക്ഷേ ഇന്നേരം ഓപ്പോസിറ്റാണ്, ഇവരെ ഒരുക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ ഒരുങ്ങിയത്, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ റനമോളെ ഹെയർ ഇപ്പോൾ 2 ദിവസമായിട്ടുണ്ട് ഷാമ്പു ഇട്ടിട്ട്, 3 ദിവസമായിട്ടുണ്ട് ഷാമ്പു ഇട്ടിട്ട്. അപ്പോൾ ഹെയർ കഴുകാറുണ്ട്, ഷാമ്പു ഇടാറില്ല. 3 ദിവസമായി ഷാമ്പൊക്കെ ഇട്ടിട്ട്. അതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഫീവറൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ എണ്ണ അങ്ങനെ തേച്ചിരുന്നൊന്നുമില്ല. അപ്പോൾ ഇന്ന് നന്നായി ഒന്ന് എണ്ണ തേച്ചിട്ട് ഷാമ്പൊക്കെ ഇട്ട് കഴുകി. പിന്നെ ചെറുതായി മഴ പെയ്യണമൊക്കെ ഉണ്ട് പുറത്ത്. മഴ നിന്നതിൻ്റെ ശേഷമാണ് നമ്മൾ പോയത്. ഞാൻ സ്പ്രേ കൊടുത്തപ്പോൾ അത് അടിക്കുന്നതാണ് കാണുന്നത്. നമ്മൾക്ക് അങ്ങനെ സ്പ്രേ ഒന്നും അടിക്കാൻ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. ഒരു പ്രാവശ്യം ഇങ്ങനെ ജസ്റ്റ് ഒരു അടി അടിക്കും, കൂടുതൽ അടിക്കാൻ ഇഷ്ടമല്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കണ്ണൊക്കെ എഴുതി കൊടുത്തു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇയാൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ട് എന്താണ്ടൊക്കെ കാണിക്കുന്നുണ്ട്, കളിക്കണ സാധനത്തോണ്ട് വെച്ചിട്ട് എന്തോ ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇക്ക വന്നിട്ട് പിന്നെയും പോയിട്ടാ, ഇപ്പോൾ വരാമെന്നിട്ട് പിന്നെയും പോയി. കാരണം ഞങ്ങൾ കാത്തിരുന്നിട്ട് ആൾക്ക് ബോറടിക്കണം. പിന്നെ ഇക്ക വരുമ്പോഴത്തേനും ഞാൻ ഒന്ന് ഒരുങ്ങി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വെച്ചാൽ എനിക്ക് എന്താണാവോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫേസ് കാണിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം. യൂട്യൂബിലായാലും ഇൻസ്റ്റയിലും നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോസ് ഇല്ല. ഇല്ല എന്നല്ല, ഫുൾ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോസ് ഇല്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫുള്ളായിട്ട് ഫേസ് കാണിച്ചിട്ട് വീഡിയോ എടുക്കണം. അപ്പോൾ എനിക്ക് അതിൻ്റേതായ എന്തോ ഒരു ബുദ്ധിമുട്ട്, കാണുമ്പോൾ എന്തോ ഒരു ചമ്മൽ എന്തോ തോന്നണം എനിക്ക്. പക്ഷേ ഇത് കണ്ടപ്പോൾ റനമോളൊക്കെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലല്ലോ, വൃത്തിയുണ്ടല്ലോ, അങ്ങനെ ഇങ്ങനെയെന്ന്. പക്ഷേ എനിക്കെന്തോ പോലെ. പിന്നെ എൻ്റെ ഒരുക്കം എന്ന് പറയുന്നത് ഇതന്നെ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. കാരണം എൻ്റെ ഹെയർ ഉണങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ കോതിയിട്ട് ഒരു ചെറിയ ക്രാബ് കുത്തി ഇങ്ങനെ വെച്ചു, അത്രമാത്രം. പിന്നെ വേറെ കാര്യമായിട്ടൊന്നും ഒരുങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ കണ്ണൊക്കെ എഴുതണതാണ്, പക്ഷേ ഒന്ന് പോകുമ്പോൾ ഞാൻ കണ്ണൊന്നും എഴുതിയില്ല, ലേറ്റായി. അപ്പോൾ നമ്മൾ വീട് തൊട്ടടുത്തല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ കാര്യമായിട്ട് വീട്ടിലേക്കല്ലേ പോകണം, അങ്ങനെ ഒരുങ്ങണ്ടല്ലോ വെച്ചിട്ട് അങ്ങനെ ഒരുങ്ങിയൊന്നുമില്ല. പിന്നെ ഒരു വെള്ളം കുപ്പി എടുത്ത് കൈ പിടിച്ചു. കാരണം ഇവർക്ക് വണ്ടിയുമ്പോൾ പോകുമ്പോൾ അപ്പം ദാഹിക്കും, അങ്ങനെയൊക്കെ വീട്ടിലേക്കാണ് പോകണം. എന്നാലും വണ്ടിയുമ്പോൾ പോകുമ്പോഴത്തേനും വെള്ളം ചോദിക്കും. പിന്നെ ഞാൻ സാധാരണ ഈ ഒരു ചെരുപ്പലാണ് ഇട്ടത്. ഇത് നമ്മളിവിടെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഇതന്നെ ഇടുള്ളൂ, പുതിയ ചെരുപ്പ് ഇടാറില്ല. അപ്പോൾ റനമോൾ ചോദിക്കുന്നുണ്ട് ഉമ്മച്ചി എന്താ ഇത്
ഇടുന്നത്, പുതിയത് ഇടായിരുന്നില്ലേന്ന്. ഞാൻ പിന്നെ വീടിൻ്റെ അടുത്തേക്കല്ലേ കാരണം ഞാനത് ഇട്ടിട്ട് പോയി. പിന്നെ വെള്ളം എടുത്ത് കൈ പിടിക്കണമെന്ന് വെച്ചാൽ പിന്നെ കണ്ടോ ഈ ഫേസ് എനിക്കെന്തോ പോലെ എൻ്റെ ഫേസാണ്. പിന്നെ വെയിലൊന്നും ഇല്ല, പക്ഷെ നമുക്ക് മുകളിലേക്ക് നോക്കാൻ പറ്റില്ല, കണ്ണിങ്ങനെ ആകെ അടയണം എന്തോ പോലെ. റെനമോള് നല്ല എന്താ പറയുക നല്ല പോസൊക്കെ കാണിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടേക്ക് നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ഇവിടെയാണ് വണ്ടി കാത്ത് നിൽക്കുക. എൻ്റെ മുന്നത്തെ വീഡിയോ നോക്കിയാൽ അറിയായിരിക്കും തോന്നുന്നു. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ചെറിയ ചെറിയ പുല്ലുകൾ, അതിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് ഇത് പൊട്ടിക്കലാണ് ജോലി. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് വീഡിയോ എടുത്തോളം പൊട്ടിക്കും. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് റെനമോൾ എൻ്റെ കയ്യിൽ തന്നു. റെനമോളാണോ റൈമോളോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ആരോ എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ അത് കൈ പിടിച്ച് അങ്ങനെ പോയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ റൈമോൾ പഠിക്കുന്ന സ്കൂള്. ഇവിടെയാണ് റെനമോൾ മുൻപ് ഇവിടെയാണ് പഠിച്ചിരുന്നത്. കണ്ടോ പുല്ല് എൻ്റെ കയ്യിൽ എന്തോ ചെറിയ ഫ്ലവറൊക്കെ തന്നു. ഞാൻ ഇങ്ങനെ കളഞ്ഞു. കുറച്ച് നേരം റൈമോൾ എന്നോട് ചോദിച്ചു അതെവിടെ, ഞാൻ പറഞ്ഞു കളഞ്ഞാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്കൂളിലാണ് റെനമോൾ പഠിച്ചിരുന്നത്. ഇപ്പോൾ റെനമോൾ വേറെ സ്കൂളിലാണ്. ഇപ്പോൾ റൈമോളാണ് അവിടെ പഠിക്കുന്നത്, ചെറിയ ആളാണ് അവിടെ പഠിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഞങ്ങൾ കുറേ നേരമായി റെഡി ആവാൻ നിൽക്കണത്. ഇക്ക് പറഞ്ഞ് ഇപ്പോഴെങ്കിലും കഴിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കണ വണ്ടിമ്മ പോകുമ്പോൾ. പിന്നെ ചെറുതായി കാറുണ്ടായിരുന്നു. മഴ പെയ്യും നിൽക്കും, മഴ പെയ്യും, ഇങ്ങനെ തന്നെ ഒരു ഇതായിരുന്നു. ഒരു ജാതി എന്താ പറയുക, ഒരു സുഖം ഉണ്ടായിരുന്നില്ല അങ്ങനെ. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതിൽ വീട്ടിൽ പുതച്ച് മൂടി കിടക്കാൻ തന്നെ ഇഷ്ടമുണ്ടാവും. പിന്നെ ഇടയ്ക്ക് ലീവ് ആകുമ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങണതാണ്. പിന്നെ ഇത് കണ്ടോ നമ്മളെ വീടിൻ്റെ അടുത്ത് ഹൈവേ ആണ്, അവിടെ ഹൈവേ പണി നടക്കുകയാണ്. അപ്പം നമ്മൾ വീടെത്താറായിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയിട്ടുള്ള ബാക്കി വീഡിയോസ് പാർട്ട് 2 കാണാം കേട്ടോ. ബൈ ബൈ.